സമരത്തിന് വേറെ വിവരമൊന്നുമില്ല. തൊപ്പി കേസിലും സമരം ചെയ്യാം. തൊപ്പി സമരം സമരമാണെന്ന് നമ്മുടെ MLA തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. സാറിന്റെ തന്നെ തൊപ്പിയാണ്, നമ്മുടെ പത്തനാപുരത്ത് നിന്ന് തന്നെ കിട്ടിയ തൊപ്പിയാണ്. നമ്മുടെ പത്തനാപുരം ഏരിയയിൽ നിന്ന് തന്നെ കിട്ടിയാണ്. വണ്ടിയിൽ നിന്ന് വീണതാണെന്ന് തോന്നുന്നു, അറിയില്ല. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ നിരന്തരം അപവാദ പ്രചരണം നടത്തുകയാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ പത്തനാപുരത്ത് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. രാവിലെ 11 മണിയോടെ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധം ടൗൺ കല്ലുംകടവ് ചുറ്റി മഞ്ചള്ളൂർ റോഡിലുള്ള മന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങി. വനിതകളടക്കം 200ഓളം BJP പ്രവർത്തകർ അണിനിരന്ന മാർച്ചിലുടനീളം ഗണേഷ് കുമാറിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത്. BJPയുടെ പ്രതിഷേധം കണക്കിലെടുത്ത് ശക്തമായ പോലീസ് സന്നാഹവും ഏർപ്പെടുത്തിയിരുന്നു. പ്രതിഷേധ പ്രകടനത്തിന് BJP നേതാക്കളായ രതീഷ് കോളൂർ, G ബാഹുലയൻ, AR അരുൺ, സുഭാഷ് പട്ടാഴി, ബൈജു തോട്ടശ്ശേരി, വിളക്കുടി ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പത്തനാപുരം കൊട്ടാരക്കര റോഡിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം ബാരിക്കേഡ് ഉയർത്തിയാണ് പോലീസ് മാർച്ച് നേരിട്ടത്. തുടർന്ന് ബാരിക്കേഡ് ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചുവെങ്കിലും നേതാക്കൾ ഇടപെട്ട പ്രവർത്തകരെ ശാന്തരാക്കി. വലിയ പ്രതിഷേധം, വലിയ പ്രതിഷേധം. തുടർന്നു നടന്ന യോഗം BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദിന്റെ അധ്യക്ഷതയിൽ BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. രണ്ടും മന്ത്രി എന്ന തരത്തിൽ, നിങ്ങൾ MP എന്ന തരത്തിൽ ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ തുലനം ചെയ്യാൻ നമുക്ക് അക്കമിട്ടുണ്ടെങ്കിൽ പത്തനാപുരത്ത് ഒരു വേദി ഉണ്ടാക്കാം. ഞങ്ങൾ BJPയുടെ പ്രതിനിധികൾ 6 വർഷക്കാലം സുരേഷ് ഗോപി രാജ്യസഭയിൽ ഇരുന്ന സമയത്തും ഇന്ന് ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ അക്കമിട്ട് നടത്താം. ഈ MLA ആയിരിക്കുന്ന സമയത്ത് അന്റെ സ്വന്തം നാട്ടിൽ അന്നെ കൊണ്ടായ കാര്യം ഈ പറ, എന്നിട്ട് ഏതാണ് തുലാസിലിരിക്കുന്നതെന്ന് ഗണേശൻ നമുക്ക് നോക്കാം. സാഷ്ടാംഗ പ്രണാമം ചെയ്തത് കൊട്ടാരക്കര ഗണപതിയുടെ അടുത്തല്ല, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആഫീസിൽ വന്ന് ആ വ്യക്തിയുടെ കാൽക്കൽ വീണത് അത് ഗണപതിയാണെന്ന് കരുതിയിട്ടല്ലോ. എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയാലോ. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആ വിഷയം ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ അരച്ചരച്ച് പറയാത്തത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രവർത്തനവും മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രവർത്തനവും തമ്മിൽ വിലയിരുത്തുവാൻ പരസ്യ സംവാദത്തിന് ഉല്ലാസ് ബാബു ഗണേഷ് കുമാറിനെ വെല്ലുവിളിക്കുകയും ചെയ്തു. BJPയോട് പോരാടാൻ കേരള കോൺഗ്രസുകാർക്ക് നട്ടെല്ലുണ്ടോ എന്നും സുരേഷ് ഗോപിക്കെതിരെ അധിക്ഷേപം നടത്തുന്ന ഗണേഷ് കുമാർ മലർന്നു കിടന്ന് തുപ്പുകയാണെന്നും ഉല്ലാസ് ബാബു ആഞ്ഞടിച്ചു. പിന്നീട് ഗണേഷ് കുമാറിന്റെ കോലവും കത്തിച്ച ശേഷമാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. ന്യൂസ് ഡെസ്കിൽ നിന്നും റിജോ പത്തനാപുരം.